മോൻസൺ മാവുങ്കലിന്റെ മകനും പരാതിക്കാരിൽ ചിലരും കൂടിക്കാഴ്ച നടത്തി. ഫെബ്രുവരി 19-നാണ് കൊച്ചിയിൽ കൂടിക്കാഴ്ച നടന്നത്. ദൃശ്യങ്ങൾ ക്രൈംബ്രാഞ്ച് പുറത്തുവിട്ടു. ദൃശ്യങ്ങളാണ് കാണുന്നത്. മോൻസൺ മാവുങ്കലിന്റെ വീട്ടിൽ നിന്നും പ്രധാനപ്പെട്ട സാധനങ്ങൾ നഷ്ടപ്പെട്ടു എന്ന പ്രധാനപ്പെട്ട വിവരം ഇന്ന് പുറത്തേക്ക് വന്നിരുന്നു. നിലവിളക്കുകൾ അടക്കം വില കൂടിയ സാധന സാമഗ്രികളാണ് അവിടെ നിന്നും അപ്രത്യക്ഷമായിരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് സീൽ ചെയ്ത ഈ സാധനങ്ങൾ എങ്ങനെയാണ് നഷ്ടപ്പെട്ടത് എന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. രാഗിൻ ചേരുന്നുണ്ട്. രാഗിൻ, ഈ കൂടിക്കാഴ്ചയുടെ കാര്യങ്ങൾ എന്താണ്? ആയിട്ടാണ് മോൻസന്റെ മകൻ കൂടിക്കാഴ്ച നടത്തുന്നത്? ഇത് സംബന്ധിച്ച് ഈ ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിടുമ്പോൾ അതിനോട് ചേർത്ത് എന്തെങ്കിലും വിവരങ്ങൾ പോലീസ് പങ്കുവയ്ക്കുന്നുണ്ടോ? ഈ സംഭവങ്ങൾക്കൊക്കെ കൃത്യമായ ഒരു പശ്ചാത്തലമുണ്ട്. അതായത് നേരത്തെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ വയ്യാർ റസ്റ്റത്തിനെതിരെ പരാതിക്കാർ രംഗത്ത് വന്നിരുന്നു. വയ്യാർ റസ്റ്റം പണം വാങ്ങി എന്ന ആരോപണമാണ് അവർ ഉയർത്തിയത്. അതിനുശേഷം കേസ് അട്ടിമറിച്ചു എന്നടക്കമുള്ള കാര്യങ്ങളും പറഞ്ഞിരുന്നു. എന്നാൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പരാതിക്കാർ നൽകിയിട്ടുള്ള പരാതിയിൽ വിജിലൻസ് അന്വേഷണവും ആരംഭിച്ചു. വയ്യാർ റസ്റ്റത്തിനെതിരെ അന്വേഷണവും ആരംഭിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ വയ്യാർ റസ്റ്റം ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കുന്നത് 10 കോടിയോളം രൂപയുടെ ആരോപണമാണ് ഈ പരാതിക്കാർ ആദ്യം ഉയർത്തിയത്. പക്ഷേ ഇതിൽ കണ്ടെത്താൻ കഴിഞ്ഞത് കുറച്ച് തുകയുടെ മാത്രമാണ്. ബാക്കി തുക അക്കൗണ്ട് വഴിയില്ല, മറിച്ച് മറ്റു പല ഹവാലയും മറ്റുമൊക്കെയായിട്ടാണ് നൽകിയിരിക്കുന്നത്. ഇത് ED അറിയിക്കരുതെന്ന് അവർ പറഞ്ഞു. പക്ഷേ അത് അംഗീകരിച്ചിരുന്നില്ല. തുടർന്നുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണെന്നാണ് ക്രൈംബ്രാഞ്ച് മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും ഈ വിഷയം ഇങ്ങനെ നിൽക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഒരു വീഡിയോ പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. അതായത് ഈ മോൻസൺ മാവുങ്കലിന്റെ മകനും പരാതിക്കാരിൽ ചിലരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നതിന്റെ ദൃശ്യങ്ങളാണെന്നാണ് അവർ വ്യക്തമാക്കുന്നത്. അതായത് ഈ മോൻസനും പരാതിക്കാരും ഇപ്പോൾ ഒറ്റക്കെട്ടാണ് എന്ന് ആണ് ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കുന്നത്. അത് തെളിയിക്കുന്നതിന്റെ ഭാഗം കൂടിയായിട്ടാണ് ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 19-നാണ് കൂടിക്കാഴ്ച എന്നതാണ് അവർ പറയുന്നത്. എന്തായാലും ഈ പരാതിക്കാരും ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചിരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതോടൊപ്പം തന്നെ തിരിച്ചും ക്രൈംബ്രാഞ്ചും ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കുകയാണ്. ഇതിന്റെ ഭാഗം കൂടിയായിട്ടാണ് ഈ ദൃശ്യങ്ങളെ വ്യാഖ്യാനിക്കപ്പെടേണ്ടത്. എന്തായാലും ഇതിൽ കോടതിയിലും പരാതിയായി നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പരാതിക്കാർ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെട്ടും രംഗത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ ഇത്തരത്തിലുള്ള കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അത് ഈ പോലീസിനെതിരെയുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ കൂടിക്കാഴ്ച എന്നടക്കമുള്ള കാര്യങ്ങളാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ തെളിവുകൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരും. ഇരു കൂട്ടരും പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങൾ ഇപ്പോൾ ഉന്നയിക്കുന്ന നിലയാണുള്ളത്. ഇതിപ്പോൾ കോടതിയുടെ പരിഗണനയിലും ഈ കേസുണ്ട്. കൂടുതൽ ഡിജിറ്റൽ എവിഡൻസ് അടക്കം ഇപ്പോൾ പല ഘട്ടങ്ങളിലായി പുറത്തേക്ക് വരുന്നു. നേരത്തെ പരാതിക്കാർ ഈ വയ്യാർ റസ്റ്റം ഇത്തരത്തിൽ പണം ആവശ്യപ്പെട്ടു എന്ന് സ്ഥാപിക്കുന്നതിന് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുന്ന ചില ഓഡിയോ ക്ലിപ്പുകൾ അടക്കം നേരത്തെ പുറത്തേക്ക് വിടുകയും ഒക്കെ ചെയ്തു. എന്തായാലും ഇപ്പോൾ കൂടുതൽ തെളിവുകൾ അല്ലെങ്കിൽ കൂടുതൽ പരസ്പരം ഉള്ള ആരോപണ പ്രത്യാരോപണത്തിന്റെ വിവരങ്ങളടക്കം ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്.